നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതിക്ക് സച്ചിക്ക് വേണ്ടിയിട്ട് ശ്രുതിയുടെ മുറി ചന്ദ്രമതി കൊടുക്കുകയാണ്. രേവതിക്ക് സച്ചിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇതെന്താ മാറ്റം? ചന്ദ്രമതി മുറിയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി നീ എന്നെ ഒന്ന് നുള്ളാൻ പറഞ്ഞു. എന്തിനാ? അല്ല ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. രേവതി പറഞ്ഞു, ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയതോട് കൂടിയിട്ട് അമ്മയ്ക്ക് നല്ല മാറ്റമാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ അതെ നല്ല മാറ്റമാ, എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല ഇത്രയും കാലം നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മുറി പോലും ഇല്ലാതെ പുറത്ത് കിടക്കുമല്ലായിരുന്നോ? ആ സമയത്ത് ശ്രുതിയൊക്കെ മുറിക്കകത്ത് അങ്ങനെ സുഖിച്ച് കിടക്കുമായിരുന്നു. രേവതി പറഞ്ഞു, അത് ശരിയാ, എന്നാലും എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? പെട്ടെന്നൊരു ദിവസം ശ്രുതി ഒന്നും അല്ലാതാക്കിയില്ലേന്ന് പറഞ്ഞു. രേവതി അങ്ങനെ നമ്മുടെ സെന്റിമെന്റ്സ് ഒന്നും വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിന്നോട് ഇത്രയെങ്കിലും അലിവുണ്ടായിരുന്നോ? പാർലടുത്തേക്ക് ഇല്ലല്ലോ. എന്തൊരു അഹങ്കാരമായിരുന്നു. പോരാത്തേന് ശ്രുതിയുടെ കാര്യമൊന്ന് ഓർത്തു നോക്കി. എന്തൊരു ജാടയായിരുന്നു. ഷോപ്പ് വാങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ അമ്മായി ചെന്ന പണത്തിനാന്ന് പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് അഹങ്കരിച്ചല്ലേ ഒടുവില് ഇടിവെട്ട് പണി തന്നെ കിട്ടിയില്ലേ? ആ നീലിമയെ കാണാൻ തോന്നിയ സമയം ഇതാ പറഞ്ഞ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്ന്. രേവതി പറഞ്ഞു, ശരിയാ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, എന്താന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയണം. പക്ഷെ എത്ര കാലത്തേക്കാന്ന് അറിയില്ലോ സച്ചേട്ടാ, ചിലപ്പം കുറച്ച് കഴിയുമ്പോ അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായാലോ. ഇനി പെട്ടെന്നൊന്നും മനമാറ്റം ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന പാർലടുത്തിടെ അച്ഛൻ ജയിലില്ലാന്നല്ലേ പറഞ്ഞേ? അതുമല്ല ഇതുവരെയായിട്ടും പണമൊന്നും വന്നിട്ടുമില്ലല്ലോ. അല്ല ഇനിയിപ്പം ശ്രുതി അങ്ങനെ പണം കൊണ്ടേ കൊടുക്കുവാണെങ്കിലോ? എവിടെ നിന്ന് കൊണ്ടേ കൊടുക്കാനായിട്ട്? എനിക്ക് തോന്നുന്നത് എന്തോ വലിയ കള്ളത്തരമൊക്കെ ഉണ്ട്. അത് രണ്ടുപേരും കൂടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാന്ന് തോന്നേ, ആരോടും പുറത്ത് പറയാതെ. അല്ലെങ്കിലും ഇത്രയും വലിയ കള്ളത്തരം അവർ കാണിക്കുമെന്ന് ചോദിച്ചു. എത്ര നാളായി? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയുടെ ആ കസേരയിലെ മാനേജർ കസേരയിൽ ഇരിക്കുന്ന ആരാന്നറിയാവോ? എന്റെ അച്ഛനെ ഇരിക്കേണ്ട കസേരയാ. അധികം വൈകാതെ കണ്ടോ അച്ഛനെ ഞാൻ അവിടെ ഇരുത്തൂന്ന് പറഞ്ഞു. അല്ലെങ്കിലും അവിടെ ഈ പറയുന്ന ശ്രുതിക്കിരിക്കാൻ എന്ത് യോഗ്യതയുള്ളേ? എന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലവാ, എന്റെ അച്ഛന്റെ വേർപ്പിന്റെ ഫലവാ ഇപ്പം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. എന്നിട്ടോ അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് എന്തൊക്കെ അഹങ്കാര കാണിച്ചോണ്ടിരുന്നേ. അത് കേട്ടപ്പം രേവതി പറഞ്ഞു, ശരിയാ സച്ചേട്ടാ, ശരിക്കും പറഞ്ഞാല് അച്ഛൻ്റെയാണ് ആ കട, നമ്മളെല്ലാവർക്കും അവകാശപ്പെട്ട തന്നെയാണ്. സച്ചി പറഞ്ഞു, അതെ അതൊക്കെ എനിക്കറിയാം, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്രമതി മുറിയിലേക്ക് വന്നു. രവീന്ദ്രൻ ചോദിച്ചു, നീ ഇതെവിടെയായിരുന്നു ചോദിച്ചു. അതെ ഞാൻ സച്ചിക്കും രേവതിക്കൂടെ ശ്രുതിയുടെ മുറി കൊടുക്കാൻ പോയതാന്ന് പറഞ്ഞു. സച്ചിക്കും രേവതിക്കോ? അതെ. അപ്പൊ ശ്രുതി എവിടെയാ? അവരോട് പുറത്ത് ആ പൂജാമ്മയുടെ അവിടുത്തെ ഇത്തിരി സ്ഥലം ഉണ്ടല്ലോ, അവിടെ കിടന്നോളാൻ പറഞ്ഞു. നിനക്കിത് എന്താ ചന്ദ്ര പറ്റിയെന്ന് ചോദിച്ചു. പിന്നല്ലാതെ അവള് കാണിച്ച കള്ളത്തനത്തിനൊക്കെ അവളെ ഞാൻ ഇനി മുറിയെ കയറ്റി കിടത്തണോ രവിയേട്ടാ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അവളെക്കാളും 100 ഭേദം രേവതി തന്നെയാ. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പോഴാണോ നിനക്കിതൊക്കെ തോന്നേ? നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടോ നീ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിച്ചു. മക്കളെ എല്ലാം ഒരേപോലെ കാണണം എന്ന് പറഞ്ഞ. എന്താണെങ്കിലും രേവതി മോളുടെ വീട്ടില് കുറച്ച് പണത്തിന് കുറവുണ്ടെന്നുള്ളൂ, ഇതുപോലെ കള്ളത്തരമൊന്നും അവൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല ഈ കുടുംബത്തോട് അവൾക്ക് എത്രമാത്രം ആത്മാർത്ഥ സ്നേഹമാണ്. ഇന്ന് തന്നെ നിന്റെ മരുമോള് ശ്രുതി കാണിച്ചു വെച്ച് കണ്ടില്ലേ? വായി വെച്ച് കൊള്ളാവുന്നൊരു ആഹാരം ഉണ്ടാക്കിയോള്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാ, ഇത്രയും കാലം രേവതി ഉണ്ടാക്കുന്ന ആഹാരത്തിന് നീ കുറ്റം പറയായിരുന്നല്ലോ. ഇന്ന് പഠിച്ചില്ലേ എങ്ങനെയാ അവൾ ആഹാരം ഉണ്ടാക്കിയെന്ന് ശ്രുതി? അതൊരു നേരം കഴിച്ചപ്പോ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അവള് മനഃപൂർവ്വം പണി തന്നാണെന്ന് സംശയമുണ്ട് രവിയേട്ട. നാളെ ആട്ടെ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെ കൂടുതലൊന്നും പറയാൻ പോണ്ടെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല രവിയേട്ട. സുധിയെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവൾ ഒറ്റ എടുത്തിയാണ്. അല്ലെങ്കിൽ അവൾ നല്ലവളാണെങ്കിൽ അവൾ ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയില്ലായിരുന്നോ? ആ പണം കിട്ടിയ ഉടനെ. എന്നിട്ടോ അവൾ അതിന്റെ പലിശ സഹിതം മേടിച്ചിട്ട് ഒളിച്ചു വെച്ച് അവളുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ചന്ദ്രമതി ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അതേസമയം രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നീ ചെയ്യുന്നൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാ, കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എല്ലാ മക്കളും ഒരേപോലെ കാണുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു. ശ്രുതിക്കും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു, അവരത് ദുർവിനിയോഗം ചെയ്യുകയും ചെയ്തു. നിനക്കിട്ട് തന്നെ പണി തന്നു അല്ലേന്ന് ചോദിച്ചു.
ചന്ദ്രമതി പറഞ്ഞു, അതെ എനിക്കിട്ട് തന്നെ പണി തന്നു, പക്ഷെ അതിന്റെ തിരിച്ച് ഡബിൾ ഇരട്ടിയായിട്ട് ഞാൻ അവൾക്കിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രണ്ടിനും ഒന്നിച്ച് കിടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കൊക്കെ വേണോ ചന്ദ്രേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. പിന്നല്ലാതെ അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് കിടന്ന് സൂഹിക്കണ്ട, ഈ ചന്ദ്ര കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കയറി ഇങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയം ശ്രുതിക്ക് ടെൻഷനായി. എന്നാ ചെയ്യാൻ പറ്റും? ശ്രുതിയുടെ അടുത്തേക്ക് പോയേക്കല്ലെന്നാണ് ചന്ദ്രയുടെ ഓർഡർ. ശ്രുതി കുറച്ച് മാറി കിടക്കുന്നുണ്ട്. ശ്രുതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ശ്രുതി പതുക്കെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതി മൈൻഡ് ചെയ്തില്ല. ശ്രുതിക്ക് ദേഷ്യമായിരുന്നു. വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, മിണ്ടരുത്, മിണ്ടാതെ കിടന്നോളാൻ പറഞ്ഞു. എല്ലാത്തിനും നിങ്ങളും കൂടെ കൂടിയിട്ട് അവസാനം എന്നെ മാത്രം കുറ്റക്കാരിയാക്കിയല്ലേന്ന് ചോദിച്ചു. പകല് മുഴുവൻ പണിയെടുത്ത് നടുപൊടിഞ്ഞെന്റെ അവസാനം രാത്രിയിലെങ്കിലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടക്കാൻ നിർത്ത് മുറിയിലേക്ക് പോയതാ. അപ്പം നിങ്ങളുടെ അമ്മയുണ്ടല്ലോ കാണിച്ചു വെച്ച പരിപാടി കണ്ടോ? ശ്രുതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുമ്മ വന്നിരിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ എന്ത് ചെയ്യും? പണം ഉണ്ടായിരുന്നെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. വല്ല കോടീശ്വര പുത്രിയാന്നൊക്കെയാ പറയുന്നേ. പക്ഷെ 5 പൈസ ഇല്ലാന്നുള്ള കാര്യം ശ്രുതിക്കല്ലേ അറിയുള്ളൂ. പോവാനും ഒരു ഇടവില്ല താനും. വീട്ടിലെ അവസ്ഥ അതിനേക്കാൾ ദയനീയ. അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ആ സമയം ശ്രുതി പറഞ്ഞു, എല്ലാം ശരിയാകും, പിന്നെ ശരിയാകും. ഇങ്ങനെ പോയിട്ടുണ്ട് എല്ലാം ശരിയാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മുതൽ ഇവിടുത്തെ അടിമവേല ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാതിരിക്കാൻ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ സമ്മതിക്കണ്ടേ? അമ്മ പറയുന്നൊക്കെ അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. ശ്രുതി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. അടങ്ങി കിടന്നോണം അവിടെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കാണ് ഇവിടെ കിടന്ന് ഉറക്കം വരുന്നില്ല. ശ്രുതി നിലത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കോളും. ക്ഷീണമില്ലാത്തോണ്ടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകുമെന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ പുതച്ച് കിടക്കുവാണ്. കൊതുകിന്റെ ശല്യമൊക്കെ നല്ലവണ്ണം തന്നെ ഉണ്ടായിരുന്നു. ശ്രുതി കുറച്ചു നേരം എണീറ്റിരുന്ന് നോക്കി. ഒരു രക്ഷയില്ല. അമ്മയെങ്ങാനും ഇടയ്ക്കിറങ്ങി വന്നാലോ? അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് ഇടയ്ക്കിറങ്ങി വന്ന് നോക്കും രണ്ടുപേരും ഒരുമിച്ചാണോ കിടക്കണേന്ന്. ഈ ജന്മത്തിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും? ആകെപ്പാടെ ശ്രുതിക്കൊരു വെപ്രാളമൊക്കെ ആയി. ഇതേ സമയം വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്തേ എനിക്കിപ്പോഴും സന്തോഷമായെന്ന് പറഞ്ഞു. എന്താ? അമ്മ എന്താണെങ്കിലും നല്ല ഇടിവെട്ട് പണി തന്നെയല്ലേ ശ്രുതിയാഴ്ചയ്ക്ക് കൊടുത്തേന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അമ്മയുടെ ഈ മാറ്റം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരുണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് മനസ്സ് വെക്കുന്നുണ്ട് ശ്രീകാന്തെ ഈ ശ്രുതിയേടത്തി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ കള്ളത്തരങ്ങളൊന്നും കാണിക്കത്തില്ല. ശ്രുതിയേടനേക്കാളും പെരുത്ത കളറാന്ന് തോന്നേ ഈ ശ്രുതിയേടത്തി എന്ന് പറഞ്ഞു. അതെ, എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത് പൂർത്തിയായെന്ന് പറഞ്ഞു. അമ്മ എന്താണ് ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായിരുന്നു. പിറ്റേന്നായി കഴിഞ്ഞപ്പോ ചന്ദ്രമതി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ശ്രുതി മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുവാണ്. ചന്ദ്രമതി എന്ന് ശ്രുതിയെ വിളിക്കുകയാണ്. ഇടി ഇങ്ങോട്ട് എഴുന്നേക്കാനും പറഞ്ഞിട്ട് ശ്രുതി ചാടി എഴുന്നേറ്റ് കണ്ണു തിരുമ്മി നോക്കി. എന്തൊരു ഉറക്കുവാ നിനക്കെന്താ? നേരം വെളുത്ത അറിയത്തില്ലേന്ന് ചോദിച്ചു. അല്ലമ്മേ, അത് പിന്നെ ക്ഷീണം കാരണം. അല്ല, അതേ രാത്രി കൊതുകുശല്യൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് താമസിച്ച് അമ്മ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. രേവതി ഇതുപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ. രേവതി നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എല്ലാ പണികളും ചെയ്യുമായിരുന്നല്ലോ. പോയി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, പോയി ചായ എടുത്തോണ്ട് അടിയെന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ നിന്നോടല്ലേ പറഞ്ഞേന്ന് ചോദിച്ചു. അങ്ങനെ ശ്രുതി അടുക്കളയിലേക്ക് എന്നപ്പോൾ രേവതി അടുക്കളയിലുണ്ടായിരുന്നു. ചായ എടുക്കാൻ തുടങ്ങുക. ശ്രുതി പറഞ്ഞു, എനിക്കിവിടെ ചായ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന ചന്ദ്രമതി ചോദിച്ചു, നിനക്ക് ചായയോ? മര്യാദയ്ക്ക് എനിക്കൂടെ എടുത്താടി. മോളെ രേവതി, നീ അങ്ങോട്ട് നീങ്ങി നിൽക്കുക, അവൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ എടുക്കാം, നിന്നോട് പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. രേവതിയെ മാറ്റി നിർത്തി ശ്രുതി അടുക്കളയിലേക്ക് കയറ്റി. ശ്രുതി ചായ എടുക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാതിരിക്കാൻ പറ്റില്ലോ. ചായയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ വീടും ഒക്കെ തൂത്തുടച്ച് വൃത്തിയാക്കണം. അത് മാത്രമല്ല മിറ്റമൊന്നും അടിച്ചില്ല, പോയി മിറ്റമൊക്കെ അടിക്കാനായിട്ട് പറയണം. അങ്ങനെ ഒടുവിൽ ശ്രുതി മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങി. ചായയെ കുടിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. രേവതിയും വിളിച്ചു, മോളെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുക വാന്ന് പറഞ്ഞു. സച്ചിയും കൂടെ വന്നു. അവരെങ്ങനെ നോക്കുമ്പോഴത്തേനും ശ്രുതി മുറ്റം അടിക്കുകയാണ്. ശ്രുതിയാണ് മനസ്സിൽ 100 പ്രാക്കും നേർച്ചകളും നേർന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു അവസരം കിട്ടും, ഞാൻ പണി തന്നോളാം എന്നുള്ള രീതിക്കായിരുന്നു ശ്രുതി അതൊക്കെ ചെയ്തോണ്ടിരുന്നേ. ചെയ്യാതിരിക്കാൻ പറ്റില്ലോ. ചന്ദ്രമതി പറഞ്ഞ് ജോലികളൊക്കെ ചെയ്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു ജോലി തീർന്നു കഴിയുമ്പോൾ അടുത്ത ജോലി ശ്രുതിക്ക് കൊടുക്കുവാണ്. ജോലി ചെയ്തുമ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പണിയേണ്ട വരുമോ?
ഒടുവില് വിമലയെ വിളിക്കുന്നുണ്ട്. വിമലയെ വിളിച്ച് സങ്കടത്തോടെ പൊട്ടിക്കരയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ. ഇവിടെ ഒരു ജോലിക്കാരുടെ പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമലയ്ക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയണ്ടായിരുന്നില്ല. സ്വന്തം മോളുടെ കയ്യിലിരിപ്പുണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.